എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ BGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയുടെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ BGC 104 ഇപ്പോൾ ബ്ലോക്ക് 2 പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അതിൽ ഷേക്സ്പിയറിന്റെ കുറച്ച് സോണറ്റുകളെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 7ഉം 8ഉം ആണ്. അതായത് ജോൺ ഡോൺ എന്നുള്ള ഒരു പോയറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മെറ്റാഫിസിക്കൽ പോയറ്റാണ്. മെറ്റാഫിസിക്കൽ പോയറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ 2 മെറ്റാഫിസിക്കൽ പോയട്രീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 7ൽ അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രാഫിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് വെച്ചാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 8ൽ അദ്ദേഹത്തിന്റെ 2 പോയിന്റ്സ് ആയിട്ടുള്ള 2 മെറ്റാഫിസിക്കൽ പോയിന്റ്സ് ആയ ദ സൺ റൈസിങ്ങും ദ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്നീ 2 പോയിന്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ചെറിയ ഒരു പോയിന്റ്സ് ആണ്, അതുപോലെ വളരെ ചെറിയൊരു യൂണിറ്റും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് 7 പഠിക്കാം. അപ്പോൾ യൂണിറ്റ് 7ൽ ജോൺ ഡോൺ ലൈഫ് ആൻഡ് വർക്ക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രാഫിയാണ് ഇതിൽ വരുന്നത്. പക്ഷെ ഫസ്റ്റ് ഈ ഒരു യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്കിത് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ നോളജിന് വേണ്ടിയാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് അല്ലെങ്കിൽ അസൈൻമെന്റിനോ ഒന്നും ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു യൂണിറ്റ് 7ൽ ഫസ്റ്റ് ഇന്നൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരില്ല. കാരണം ഇതിൽ ഞാൻ പറഞ്ഞു ഹിസ്റ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും നിങ്ങളുടെ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ റിനൈസൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിനൈസൻസ്, റീഫോർമേഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നവോത്ഥാനം, നവീകരണം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. മേ ബി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലാണെങ്കിലും ഹിസ്റ്ററിയിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ആണ് ഈ ഒരു റീഫോർമേഷനൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ റിനൈസൻസ് എന്ന് പറയുമ്പോൾ നവീകരണത്തിനാണ് ഈ റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 16th സെഞ്ച്വറിയിലാണ് ഈ ഒരു റിനൈസൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പുറത്തുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ റോം, ഇറ്റലി, US ഇങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അബ്രോഡ് കൺട്രീസിലൊക്കെ കൂടുതലും ക്രൈസ്തവ രാജ്യങ്ങളാണ്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് മതവിഭാഗങ്ങൾ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ക്രൈസ്തവ രാജ്യങ്ങളാണ്. ഇപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് പുറത്താണ് അല്ലേ, ബെത്ലഹേമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, റോം എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ക്രിസ്ത്യൻ നാഷനാണ്. അവിടുത്തെ ആൾക്കാർ കൂടുതൽ ക്രിസ്ത്യാനിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ അത് അങ്ങനെയായിരുന്നു. വേറെ മതങ്ങളൊന്നും അവിടെ കൂടുതലില്ല. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ ഓരോ സഭകളെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, CS ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട് അവർക്കിടയിൽ. നമ്മളിപ്പോൾ ബാക്കി ഇതിലാണെങ്കിലും മതം എന്ന് പറയുന്ന പോലെ അവരുടെ ഇടയിൽ ഓരോ കാറ്റഗറീസ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. അപ്പോൾ ചില ആൾക്കാർ പറയുന്ന ചില കാറ്റഗറി, ഇപ്പോൾ പോപ്പ് പറയുന്ന റോം ഓഫ് പോപ്പ് അല്ലെങ്കിൽ പോപ്പ് ഓഫ് റോം, ഇപ്പം മാർപ്പാപ്പ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ അവർ പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഇപ്പറ വിഭാഗത്തിനുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആക്ച്വലി ഇവർ രണ്ടുപേരും ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഒരു ആൾക്കാർ പറയും ദൈവം മാത്രമേ ഉള്ളൂ, എന്താണ് നെഗറ്റീവായിട്ടുള്ള ചെകുത്താൻ അങ്ങനെയുള്ള എനർജീസ് ഒന്നും ഇല്ല. അപ്പോൾ മറ്റേ വിഭാഗം പറയും ഇല്ല അതുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പറഞ്ഞ് ഈ ക്രൈസ്തവ വിശ്വാസികൾ തമ്മിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് റിനൈസൻസ്, റിഫോർമേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരു നാഷനിലെ കംപ്ലീറ്റ് ആളുകളും ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിലെ ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ചെറിയ ഉടക്കൊക്കെ ഉണ്ടാവും. മീൻസ് വഴക്കൊക്കെ ഉണ്ടാവും. വഴക്കെന്ന് പറഞ്ഞാൽ പള്ളി പോലും അടച്ചിടുന്ന അത്രത്തോളം കാഠിന്യമുള്ള വഴക്കായിരിക്കും. ഇപ്പോൾ കറന്റ്ലി നമ്മുടെ 2023 പോലും ക്രിസ്മസിന് യേശുക്രിസ്തു ജനിച്ച ചർച്ച് പോലും ഓപ്പൺ അല്ല. അവിടെ പ്രശ്നങ്ങളായിട്ട് അത് ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ടെന്ന് പറയണം. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, നാട് ഫുള്ള് ഒരു യേശുക്രിസ്തുവിൻ്റെ ബോൺഡേ ആയിട്ടുള്ള ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ജനിച്ച ആ ഒരു ചർച്ച് പോലും ഓപ്പൺ അല്ല. അവിടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഡേ ആണെന്ന് പറഞ്ഞ് മേ ബി നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതുപോലെയാണ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അന്നത്തെ ആ ഒരു 16th സെഞ്ച്വറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 17th സെഞ്ച്വറി ആയപ്പോൾ ഈ റിഫോർമേഷൻ, റിനൈസൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് എല്ലാം ഓക്കെ ആയി വന്ന സമയമായിരുന്നു. ഓക്കെ ആയി വന്ന സമയത്ത് ഓരോ പോയറ്റ്സ് അവിടെയുള്ള പ്രിൻസസിനൊക്കെ വേണ്ടി, മീൻസ് എലിസബത്ത് അങ്ങനെയുള്ള രാജ്ഞിമാർക്കും കിങ്സിനൊക്കെ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന്, അല്ലെങ്കിൽ ഓരോ മതത്തിന്റെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഓരോ പോയംസ് ഒക്കെ എഴുതാനായിട്ട് തുടങ്ങി.
ഓക്കെ, പോയിന്റ്സ് എഴുതാൻ തുടങ്ങി. നമുക്ക് നെക്സ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ള ക്രിസ്റ്റഫറിന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നുള്ള അതിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്, മതം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അന്ന് ഈ ഒരു 17th സെഞ്ചുറി സമയത്ത് 17th സെഞ്ചുറിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 17th സെഞ്ചുറിയിൽ ഈ ഓരോ പോയറ്റുകൾ എഴുതിയ ഓരോ കവിതകളൊക്കെ നല്ല രീതിയിൽ കയറി ക്ലിക്കായി എന്ന് പറയാം, വൈറലായെന്ന് പറയാം. ഓക്കെ, നല്ല ക്ലിക്കായി. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പോയറ്റുകളൊക്കെ നല്ല നിലയിൽ എത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു റെനൈസൻസ് പീരീഡിൽ പോയറ്റുകളൊക്കെ ഒന്ന് ഡെവലപ്പായി വന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരു യൂണിറ്റിൽ പറഞ്ഞു, റിഫോർമേഷൻ സമയത്തൊക്കെ പണ്ടുള്ള അധികം ഡെവലപ്പ് ആവാതെ പകുതിക്കൊക്കെ നിന്ന പോയിംസ്, അതുപോലെ പോയട്രീസ്, നോവൽസ് ഒക്കെ പുതിയ കവികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ചുകൂടെ സെറ്റാക്കി എടുത്തു. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് എല്ലാം കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഓക്കെ ആയി വന്ന ആ ഒരു സാഹചര്യത്തിൽ ഡെവലപ്പായി വന്ന ആൾക്കാരാണ് നമ്മുടെ ജോൺ ഡോൺ, ക്രിസ്റ്റഫർ മാർലോ. അതൊക്കെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ആൾക്കാരാണ്. ഓക്കെ, അതൊന്ന് ആ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നത്തിങ് മോർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചാലും മതിയാവും. ഈ ഒരു യൂണിറ്റ് 7 ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിനൊന്നും അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം വരില്ല. നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം ജോൺ ഡോണിൻ്റെ ഈ ഒരു 2 പോയിന്റ്സിനെ കുറിച്ച് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സോ അതിനെക്കുറിച്ച് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഈ ഒരു യൂണിറ്റിൽ നിന്ന്. അപ്പോൾ ഇതിൽ പിന്നെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മെറ്റാഫിസിക്കൽ പോയട്രീനെ കുറിച്ചാണ്. മെറ്റാഫിസിക്കൽ പോയട്രി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. കാരണം ലിറ്ററേച്ചർ സ്റ്റുഡൻസ് അത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മറ്റേ ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്കത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ മെറ്റാഫിസിക്കൽ പോയട്രി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. അതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമല്ല. മെറ്റാഫിസിക്കൽ പോയട്രി ഡിഡ് നോട്ട് കാറ്റർ ടു എ ലാർജർ ഓഡിയൻസ് ബട്ട് എവോൾവ്ഡ് കൾച്ചറലി. Poems circulated privately through a limited number of copies. The subject selected for use appeared customary on the surface. ഇത് പറയുമ്പോൾ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിഡ് നോട്ട് കാറ്റർ ടു എ ലാർജർ ഓഡിയൻസ്. ഒരുപാട് ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരുപാട് തീമുള്ള കാര്യമല്ലായിരിക്കും മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുമ്പോൾ. വളരെ ഷോർട്ടൺ ആയിരിക്കും, അതിലെ കാര്യങ്ങളെല്ലാം വളരെ ഷോർട്ടായിരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും ആ ഒരു പോയട്രിയിൽ. ആ ഒരു പോയട്രിയുടെ സ്പെഷ്യാലിറ്റി കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ പലതരത്തിലുള്ള ഓരോ കണ്ടന്റ്. മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഈ ഒരു 17th സെഞ്ചുറി, ഈ ഒരു റൊണൈസൻസ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് 17th സെഞ്ചുറി ആയപ്പോൾ കുറച്ച് ആൾക്കാർ ചേർന്ന്, കുറച്ച് പോയറ്റുകൾ ചേർന്ന് തുടങ്ങിയ ഒരു സംഭവമാണ്, ഒരു പോയറ്റിക് സ്ട്രക്ചറാണ് ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി. ദ ടൈം ഫസ്റ്റ് കോയിൻഡ് ബൈ സാമുവൽ ജോൺസൺ എന്നാണ് പറയുന്നത്. സാമുവൽ ജോൺസൺ എന്നുള്ള ഒരു പോയറ്റാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പ് കാറ്റഗറീനെ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയാന്ന് ഫസ്റ്റ് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ചെയ്തത് സാമുവൽ ജോൺസൺ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയമിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള പോയംസിൽ നിന്ന്, ബാക്കി ഉള്ള കവികൾ എഴുതുന്ന പോയംസിൽ നിന്ന് ഡിഫറെൻ്റ് വേയിലായിരിക്കും ഈ ഒരു പോയറ്റ്, ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയിൽ വരുന്ന അല്ലെങ്കിൽ അതിലെഴുതുന്ന പോയറ്റുകളുടെ കവിതകൾക്ക് ഒരു പ്രത്യേക രീതിയായിരിക്കും. നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇവർ എഴുതുന്നത്. അപ്പോൾ നമുക്ക് അസ്യൂഷ്വൽ ബാക്കിയുള്ള പോയറ്റുകൾ എഴുതുന്നത് ഒക്കെ ജസ്റ്റ് പെട്ടെന്ന് ആശയം കാര്യങ്ങൾ പിടിയെത്തുന്ന രീതിയിലായിരിക്കും. പക്ഷെ ഇവരുടെ പ്രത്യേകത, ഇവരിപ്പോൾ ഒരു ലവേഴ്സിനെ കുറിച്ച് ഇവരൊരു പോയം എഴുതുക എന്ന് വെച്ചോ, അതിലിവർ യൂസ് ചെയ്യുന്ന സിമിലീസിൽ ഇവർ പറയാണ് ഇവരുടെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് കോമ്പസിന്റെ 2 കോർണേഴ്സ് പോലെയാണ്, അല്ലെങ്കിൽ അതുപോലെയാണ് ലവേഴ്സ് എന്ന് പറയുകയാണ്. ഈ ഒരു കോമ്പസിന്റെ പ്രത്യേകത എന്താണ്? അതെപ്പോഴും നമ്മൾ ഏതൊക്കെ രീതിയിൽ ആ ഒരു കോമ്പസിന്റെ ആ ഒരു സംഭവം കറക്കിയാലും, ആ ഒരു നീഡിൽ കറക്കിയാലും ഈ കോമ്പസിന്റെ 2 സൈഡും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഇത് കണക്റ്റഡ് മാത്രമാണെങ്കിൽ അവിടെ ഒരു റിസൾട്ട്, നമുക്കൊരു സർക്കിൾ അവിടെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മളത് നോർമലി നമ്മളത് ചിന്തിക്കും, ഒരു ലവേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണക്ഷനെ നമുക്കൊരു കോമ്പസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കത്തില്ല. പക്ഷെ ഈ ഒരു മെറ്റാഫിസിക്കൽ പോയമുകൾ എഴുതുന്ന പോയറ്റുകൾ അതിനപ്പുറവും ചിന്തിക്കും. ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ ആ ഒരു പോയറ്റിക്
അല്ലെങ്കിൽ ലിറ്ററേച്ചർ രീതിയൊക്കെ വരുന്നത്. അവരുടെ സ്കിൽഡ് ആണ്, ആ രീതിയിൽ അവർ സ്കിൽഡ് ആണ്. അപ്പോൾ അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള, ഹൈലി ടാലന്റഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ സിംലൈസ് ചെയ്യാൻ പറ്റുന്ന പോയറ്റുകൾ നല്ല രീതിയിൽ ഹൈലി ടാലന്റഡ് ആണ്. അപ്പോൾ ഈ ടാലന്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് പോയറ്റുകൾ ചേർന്നാണ് ഈ പോയംസ്, മെറ്റാഫിസിക്കൽ പോയംസ് എഴുതാൻ തുടങ്ങിയത്. അത് നല്ല രീതിയിൽ കയറി ക്ലിക്ക് ആവുകയും ചെയ്തു കേട്ടോ. കാരണം അതുവരെ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ അല്ലെങ്കിൽ പോയംസിൽ നിന്ന് നല്ല വേരിയേഷൻ വന്നിട്ടുള്ള പോയംസ് ആണ് ഇവര്. ഇപ്പൊ ജോൺ ഡോണൊക്കെ ആണെങ്കിലും കൊണ്ടുവന്നു. ജോൺ ഡോണെ മെറ്റാഫിസിക്കൽ പോയമിന്റെ ഫാദർ ആണെന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹം മെറ്റാഫിസിക്കൽ പോയമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 മെറ്റാഫിസിക്കൽ പോയംസ് നമുക്ക് വേണ്ടി സമ്മാനിച്ചത് ജോൺ ഡോൺ ആണ്. അപ്പൊ അദ്ദേഹത്തിന് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫാദർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മെറ്റാഫിസിക്കൽ പോയട്രി എന്താണെന്ന് മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ്. അവർക്കെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കിൽഡ് ആണ്, അവർ ലിറ്ററേച്ചർ രീതിയിൽ സ്കിൽഡ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് അവർ ഓരോ കാര്യങ്ങൾ, കവിതയിൽ ഓരോ കാര്യങ്ങൾ സിമിലൈസ് ചെയ്യും അല്ലെങ്കിൽ കമ്പയർ ചെയ്യും. അത് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും എക്സാമ്പിൾ ലവേഴ്സിനെ ഒരു കോമ്പോസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതിലൊരു പോയറ്റ് ഒരു പോയത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നൊരു ഡിഫറൻറ്റ് ഉള്ള ഒരു പോയട്രിയാണ്. ഇത്രയും കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി, കൂടുതലായിട്ടൊന്നുമില്ല. ഇനി ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അത് ജോൺ ഡോണിൻ്റെ ബയോഗ്രാഫിക്കൽ അക്കൗണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രാഫി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്കിവിടെയൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ BGC 104 എക്സാം വരുമ്പോൾ ഒരു പോയമിൽ ഒരു 4 ലൈൻ മേ ബി കൊടുത്തിരിക്കും. എന്നിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിനൊക്കെ, 20 ചാൻസ് ഇല്ല, 10നാണ് നോർമലി പോയിന്റ്സ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ദിസ് വാസ് റിട്ടൺ ബൈ ദിസ് പോയറ്റ് എന്ന് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു 2 ലൈനിൽ ഒതുക്കണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാ പോയറ്റുകളുടെയും, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പോയറ്റുകളുടെയും കാര്യങ്ങൾ ഒരു 2 ലൈൻ മാത്രം പഠിച്ചാൽ മതി. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ എന്തിൻ്റെയിലൊക്കെ ഫാദർ ആണെങ്കിൽ ഇത് ഫാദർ ഓഫ് ഇതാണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു. ജോൺ ഡോൺ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫാദറാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ജോൺ ഡോണിൻ്റെ ഒരു കവിതയെ കുറിച്ച് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ദിസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോയം സൺറൈസിങ് റിട്ടൺ ബൈ ജോൺ ഡോൺ ഹൂസ് എ മെറ്റാഫിസിക്കൽ പോയറ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ് ഈ പോയറ്റുകളുടെ ഒരു ഓട്ടോബയോഗ്രഫി ഒരുപാടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമ്മൾ ഇവരെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണാതെ ഈ ഒരു ബയോഗ്രാഫിയിൽ നിന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ജോൺ ഡോണിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ജോൺ ഡോൺ വാസ് ബോൺ ഇൻ 1572 ഇൻ ബ്രീഡ് സ്ട്രീറ്റ്, ലണ്ടൻ. അതായത് 1572 ലണ്ടനിലെ ബ്രീഡ് സ്ട്രീറ്റ് എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്. ഹിസ് ഫാദർ ജോൺ ആൻ അയൺ മോങ്കർ ആൻഡ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് merchant and his mother Elizabeth, who came from family of thinkers and writers, had faith in Roman Catholicism. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മെർച്ചൻ്റ് ആണ്, ജോൺ ആണ്. അമ്മ എലിസബത്ത് ആണ്. അപ്പോൾ അമ്മയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു RC കത്തോലിക്കാണ്. RC കത്തോലിക്ക് നമ്മൾ പറയും, RC ഫാമിലി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ്. റോമൻ കത്തോലിക്കൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണ് അമ്മയുടെ ഫാമിലി. ഓൾസോ അമ്മയുടെ ഫാമിലിയിൽ ഒരുപാട് തിങ്കേഴ്സ്, റൈറ്റേഴ്സ്, ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. അതിൽ നിന്നായിരിക്കാം മേ ബി ജോൺ ഡോണിന് ഈ ഒരു ടാലന്റ് കിട്ടിയത്, എഴുതാനുള്ള ടാലന്റ് കിട്ടിയത്. ഡോൺസ് മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ John Haywood was an epigrammatist and interlude writer. His mother was also the great Niso Sir Thomas More. Between 1572 and 1581, Don lost his father and 3 sisters. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പോലും ലിറ്ററേച്ചർ ഫീൽഡിലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഓൾസോ ഹിസ് ഗ്രാൻഡ് ഫാദറും ഒരു റൈറ്റർ ആണെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 1572 to 1581 അദ്ദേഹം ജനിച്ച് നെക്സ്റ്റ് ഒരു 9 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും 3 സഹോദരിമാരെയും അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് ചെയ്തത്. ഓരോ അസുഖങ്ങളൊക്കെ വന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓരോരുത്തരും മരണപ്പെട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ബിക്കമിങ് എ വിഡോ ഇൻ 1576, ഹിസ് മദർ മാരീഡ് ഡോക്ടർ ജോൺ സിഗ്നസ്, എ വിഡോ ഓവർ വിത്ത് 3 ചിൽഡ്രൻ. അപ്പോൾ 1572
ജോൺ ഡോൺ ജനിച്ചത് 1576 ആയപ്പോൾ, 4 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞ് വിഡോ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ വേറൊരു വിഡോവറിനെ, ഭാര്യ മരിച്ച വേറൊരു ഡോക്ടർ ജോൺ സിംഗ്നിക്സിനെ വിവാഹം കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിനും ഒരു 3 കുട്ടികളുണ്ട്. അങ്ങനെ കുഞ്ഞുട്ടെ perhaps these events have left impact on young Don, rendering him insecure and lonely. അങ്ങനെ ജനിച്ച് 4 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് വന്ന വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ ഓരോ അസുഖങ്ങളൊക്കെ കൊണ്ട് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചുവെങ്കിലും അവർക്ക് പിന്നെ ഒരു പ്രോപ്പർ കെയർ ഈ ഒരു മകന് കൊടുത്തില്ല. ജോൺ ഡോണിന് നല്ലൊരു അമ്മയുടെ അച്ഛൻ്റെ ഒരു വാത്സല്യവും അല്ലെങ്കിൽ ഒരു നല്ലൊരു കുട്ടിക്കാലവും ജോണിന് കിട്ടിയില്ല. അങ്ങനെ ചെറുപ്പകാലം തൊട്ടേ ലോൺലിനെസ്, ഒറ്റപ്പെടലും വേദനകളും ഒക്കെ നിറഞ്ഞ ജീവിതമായിരുന്നു ജോൺ ഡോണിന്റെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. rendering him insecure and lonely. In 1584, Don did matriculation from Hart Hall, Oxford. He studied at Cambridge around 1588 and was admitted to Lincoln's Inn, the reputed seat of legal luminaries, in 1592. അപ്പോൾ 1584 ആയപ്പോൾ അദ്ദേഹം ഓക്സ്ഫോർഡ് ഹാർട്ട് ഹോളിൽ നിന്ന് മെട്രിക്കുലേഷൻ 10th കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 1588 ആയപ്പോൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുവെങ്കിലും റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ നിന്നൊരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള കെയർ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലായിരുന്നു. എപ്പോഴും ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു, ബാക്കി ഹയർ സ്റ്റഡീസിനൊക്കെ പോയി കുറച്ചുകൂടെ സെറ്റായി. അങ്ങനെ ഒരു 1601 ആ ഒരു സമയമായപ്പോൾ അദ്ദേഹം ആൻ മോർ എന്നുള്ള ഒരു ലേഡീനെ സീക്രട്ടായിട്ട് മാരേജ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ നിറഞ്ഞ ജീവിതമായിരുന്നു. അങ്ങനെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് ഓരോ നാടുകളിലേക്ക് പോയപ്പോഴാണ് അവിടെ വെച്ച് ആൻ മോർ എന്നുള്ള ഒരു ലേഡീനെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോൾ അതുവരെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നൊരു പ്രണയം കിട്ടി. ആൻ മോറുമായിട്ട് ലവിലായി. അപ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിന് ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായി. കാരണം അതുവരെ ഒറ്റപ്പെടലായിരുന്നല്ലോ. അങ്ങനെ ആൻ മോറിനെ സീക്രട്ടായിട്ട് മാരേജ് ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തു, ഞാൻ ഈ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന്. ആ സമയത്തേക്ക് അവരുടെ കാസ്റ്റ് ആ ഒരു സ്ഥലത്ത് നിന്നൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വേറൊരു സ്ത്രീനെ വിവാഹം കഴിച്ചു, വേറെ മതത്തിലുള്ള അങ്ങനെ പ്രോബ്ലമൊക്കെ ഉണ്ടായി. ഇവരവിടെ നിന്ന് നാട് വിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചു. അത് കഴിഞ്ഞ് 1603 to 1617 1603 തൊട്ട് 1617 വരെ അദ്ദേഹത്തിന് 10 കുട്ടികളുണ്ടായി. കല്യാണം കഴിഞ്ഞ് 10 കുട്ടികൾ അദ്ദേഹത്തിന് ജനിച്ചു. അതിൽ 5 പേര് ആൺകുട്ടികളും 5 പേര് പെൺകുട്ടികളുമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 1612 അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു സ്റ്റിൽ ബോൺ ചൈൽഡിനെയാണ് ബർത്ത് കൊടുത്തത്. സ്റ്റിൽ ബോൺ ചൈൽഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ തന്നെ മരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ആ ഒരു ബിഫോർ പ്രഗ്നൻസി ഓർ ജസ്റ്റ് ആഫ്റ്റർ പ്രഗ്നൻസിയിൽ തന്നെ മരിക്കുന്ന കുട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ, അവരെയാണ് സ്റ്റിൽ ബോൺ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. എഗെയിൻ പിന്നെ അദ്ദേഹത്തിന് 3-ലധികം കുഞ്ഞുങ്ങളെ ആ ഒരു ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 പേർക്ക് പ്രസവം 10 പേര് നടന്നുവെങ്കിലും പക്ഷെ അതിൽ കുറേ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് this was in addition to his loss in 2 sisters and his father when young. Don's concern for death, the pain it caused and sense of vacuum it created, all this must have impact Don. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം കംപ്ലീറ്റ്ലി ഒരു ഡെത്തിലാർ കവർ ചെയ്തെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട അച്ഛൻ, സഹോദരങ്ങൾ വളർന്നു വലുതായപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ മക്കളെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ്ലി ഉള്ള അല്ലെങ്കിൽ മരണം, ഒറ്റപ്പെടൽ, ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മരണങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയംസ് ഒക്കെ ഒരു ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള പോയംസ് ആണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിക്കൊണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ ഉള്ള ആ ഒരു വേദനയും, അല്ലെങ്കിൽ ആ ഒരു വേണ്ടപ്പെട്ടവർക്ക്
ഫീൽ ചെയ്യുന്ന ആ ഒരു വേദനയൊക്കെ കറക്റ്റായിട്ട് ഇമോഷണലി എഴുതാനായിട്ടുള്ള ഒരു സ്കില്ല് അദ്ദേഹത്തിന് കിട്ടി ജീവിതത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയിന്റ്സൊക്കെ ഒരു ഡെത്തുമായിട്ട് കംപ്ലീറ്റ്ലി റിലേറ്റ് ചെയ്തതാണ്. നമുക്ക് നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ 2 പോയിന്റ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ദ സൺറൈസിങ് ആണ്. സൺറൈസിങ്ങിൽ ലവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ ഡെത്ത് മീ നോട്ട് പ്രൗഡ്, ഇതിൽ ഡെത്തിനെ കുറിച്ചാണ് കംപ്ലീറ്റ്ലി പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തിന് പറയാം പോയറ്റ് ഓഫ് ലവ് ആൻഡ് ഡെത്ത്, മെറ്റാഫിസിക്കൽ പോയംസ് എഴുതുന്ന മെറ്റാഫിസിക്കൽ പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയം ഏത് പോയം എടുത്താലും ഒന്നെങ്കിൽ ലവ് തീമായിരിക്കും അല്ലെങ്കിൽ ഡെത്ത് തീമായിരിക്കും. ഒരു 50% അബവും മരണത്തെക്കുറിച്ചുള്ള പോയംസ് ആണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിക്കൊണ്ടിരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു യൂണിറ്റാണ് യൂണിറ്റ് 7. ജോൺ ഡോണിനെ കുറിച്ച് ബയോഗ്രഫി അദ്ദേഹത്തിൻ്റെ അത് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. പിന്നെ മെറ്റാഫിസിക്കൽ പോയട്രീനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റിൽ അദ്ദേഹത്തിൻ്റെ 2 പോയിന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.